വലിയ ബഹളവും വിവാദങ്ങളും ഒക്കെ നടന്ന കീം 2025 ശേഷം ഇതാ അണിയറയിൽ ഒരുങ്ങിയിരിക്കുകയാണ് കീം 2026. പക്ഷേ ഇത്തവണ ചെറിയ ട്വിസ്റ്റുകളുണ്ട്. എന്തൊക്കെയാണ് കീം 2025 അപേക്ഷിച്ച് ഇത്തവണ, അതായത് കീം 2026 നടക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ള തിരിച്ചടികൾ, ഹാപ്പി ന്യൂസസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പെട്ടെന്ന് തന്നെ നോക്കാം. കീം 2026 എഴുതുന്ന വിദ്യാർത്ഥിയാണ് എങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതോടൊപ്പം നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കീമുമായി ബന്ധപ്പെട്ട എല്ലാവിധ അപ്ഡേറ്റുകൾക്കും നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. അതുപോലെ തന്നെ അപ്ഡേറ്റ്സിന് ഒരു സിംഗിൾ പ്ലാറ്റ്ഫോം കിട്ടും, സപ്പോർട്ടും കിട്ടും. അപ്പോൾ മടിക്കേണ്ട, ജോയിൻ ചെയ്തോളൂ. കാര്യത്തിലേക്ക് വരാം. കീം 2025 നടന്ന ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ തുടങ്ങാം. അതിൽ ഒന്നാമത്തേത്, പ്രധാനമായിട്ടും നിങ്ങളുടെ സീനിയേഴ്സിന് അഡ്മിഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വളരെ ഡിലേ തന്നെയായിരുന്നു. ഡേറ്റ് ഒരുപാട് വൈകുകയും ചെയ്തു. അതുപോരാഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെ അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിൽ വളരെ വലിയ അനിശ്ചിതത്വം നേരിട്ടു. അതിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അവർ കീം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ A to Z, അതായത് ഓരോ പേജിലും ഓരോ നോട്ടിഫിക്കേഷനിലും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. അതായത് B.Pharm എങ്ങനെയാണ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ B.Tech എഞ്ചിനീയറിംഗ് റിലേറ്റഡ് അഡ്മിഷൻ എങ്ങനെയാണ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിന്റെ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത് പുതിയ വിദ്യാർത്ഥികളാണ് എങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ കീം എഴുതുന്ന മാർക്കിനോടൊപ്പം നിങ്ങളുടെ +2 മാർക്ക് കൂടി ആഡ് ചെയ്തിട്ടാണ്, ഒരു പ്രത്യേക റേഷ്യോയിൽ ആഡ് ചെയ്തിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നത്. നമ്മുടെ വീഡിയോകൾ കണ്ടവരാണ് എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഒരു പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകും. നിങ്ങൾ തന്നെ ഇപ്പോൾ ചിന്തിച്ച് നോക്കൂ, നിങ്ങൾ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് മാർക്ക് വരുന്നത് 1200-ലാണ്. അതിൽ തന്നെ PCM ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 360 മാർക്കിനാണ് +2 ലാബും കൂടി ചേർത്ത് വരുന്നത്. പക്ഷേ CBSE വിദ്യാർത്ഥികൾ, ICSE വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ മറ്റ് സിലബസുകാർ, അവരുടെ എല്ലാം മാർക്കിംഗ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അവർക്ക് 1200 അല്ല, അവർക്ക് PCM എടുത്തു കഴിഞ്ഞാൽ അത് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ എഴുതുന്ന കീം എക്സാം ആയതുകൊണ്ട് തന്നെ ആക്ച്വൽ കീം സ്കോറിനോടൊപ്പം +2 മാർക്ക് ആഡ് ചെയ്യുമ്പം ഓരോരുത്തർക്കും, അത് റിപ്പീറ്റേഴ്സിന്, CBSE-കാർക്ക്, സ്റ്റേറ്റ് സിലബസുകാർക്ക് ഒരു ഏകീകരണ ഫോർമുല അഥവാ സ്റ്റാൻഡേർഡൈസേഷൻ ഫോർമുല അപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ സ്റ്റേറ്റ്കാർക്ക് അഡ്വാൻറ്റേജ് കിട്ടിയേക്കാം. വേറെ കുറച്ച് പേര് പറയുന്നതനുസരിച്ച് CBSE-കാർക്ക് വലിയ അഡ്വാൻറ്റേജ് കിട്ടിയിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാണ് 2025 സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഏകീകരണ ഫോർമുല വെച്ച് റാങ്ക് ലിസ്റ്റ് വരികയും അതിനെതിരെ ഒരു വിധി പോവുകയും ഹൈക്കോടതി ആ ഒരു റാങ്ക് ലിസ്റ്റ് തന്നെ റദ്ദാക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് സാധാരണ വീണ്ടും ഒരു അപ്പീലിന് പോവുകയും നിലവിൽ ആ ഒരു ഫോർമുലയിൽ ചേഞ്ച് വരുത്തിയതെന്ന് പറയുന്നത്, തമിഴ്നാട് മോഡൽ അവരുടെ എൻട്രൻസ് എക്സാമിന് ഏത് തരത്തിലുള്ള ഏകീകരണ ഫോർമുലയാണോ ഉപയോഗിക്കുന്നത് അതേ മോഡലിൽ ഇവിടെ എന്ത് ചെയ്തു, പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ വന്ന് ചോദിച്ച ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, സാർ ഇത്ര മാർക്ക് വെച്ച് എത്ര റാങ്ക് കിട്ടും, ഏത് കോളേജിൽ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വളരെ വലിയൊരു തിരിച്ചടിയായിരുന്നു. അതോടൊപ്പം ചില വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റിൽ വളരെ വലിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2026 എഴുതുന്ന വിദ്യാർത്ഥികളോടാണ് ഇത്തരത്തിൽ ഒരു അനിശ്ചിതത്വം ഈ വർഷം ഉണ്ടാകാൻ ഇടയില്ല എന്നുള്ളതാണ്. അത് നിങ്ങളെ സംബന്ധിച്ച് വളരെ ഒരു പോസിറ്റീവ് ഫാക്ടറാണ്. കാരണം ആദ്യം തന്നെ കീമിന്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങും. അപ്പോൾ നിങ്ങൾ അതിലെ ഡോക്യുമെന്റ്സ്, ബാക്കി കാര്യങ്ങളും എല്ലാം A to Z കാര്യങ്ങൾ ഉണ്ടാക്കും. അതിൽ തന്നെ കൃത്യമായിട്ട് ഏകീകരണ ഫോർമുല എങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. അത് B.Pharm-കാരാണെങ്കിലും എഞ്ചിനീയറിംഗുകാരാണെങ്കിലും അതുപോലെ തന്നെ ആർക്കിടെക്റ്റ് ആണെങ്കിലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കീമിന്റെ ടൈം ടേബിൾ വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ്, ഇത്തവണ കുറച്ചുകൂടി ടൈറ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നടത്തുകയാണ്. അതായത് ഏപ്രിൽ 13 മുതൽ 23-നകത്ത് ഡിഫറെന്റ് സ്ലോട്ടുകളിലായിട്ട് ഈ പറഞ്ഞ പലതരത്തിലുള്ള കീമിന്റെ അണ്ടറിൽ വരുന്ന എൻട്രൻസ് പരീക്ഷകൾ എഴുതാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ കൃത്യസമയത്ത് കീം നടത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് +2 കഴിഞ്ഞ് മതിയായിട്ടുള്ള ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സമയം കിട്ടുന്നില്ല എന്നുള്ളത് വളരെ വാസ്തവമാണ്, ശ്രദ്ധേയമാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നിങ്ങൾ ഇപ്പോൾ തന്നെ, അതായത് ന്യൂ ഇയർ തുടങ്ങുമ്പോൾ തന്നെ കീം വളരെ സീരിയസ് ആയിട്ടാണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ PVQ മെറ്റീരിയൽസും റിവിഷൻ ടോപ്പിക്സും ഒക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങണം. അല്ലാതെ +2 എക്സാം കഴിഞ്ഞിട്ട് എന്തായാലും ഒരു ക്രാഷ് കോഴ്സ് പോലെ 10 ദിവസം ചെയ്യാമെന്ന് കരുതിയാൽ അതിന് ഇത്തവണ 2026 കീം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മതിയായിട്ടുള്ള സമയം ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി മറ്റൊന്ന്, റാങ്ക് ലിസ്റ്റ് ഇത്തവണ നേരത്തെ വരുമെന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ AECT, അതായത് നിങ്ങൾ ഇനി
എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഈ പറയുന്ന കീമിന്റെ അണ്ടറിൽ വരുന്ന പല കോഴ്സുകളും കഴിഞ്ഞ് അതിലേക്ക് കയറുമ്പോൾ അതിന്റെ ഒരു കൺട്രോളിംഗ് അതോറിറ്റിയാണ് ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICT എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഒരു ഡേറ്റ് വെക്കും. ആ ഡേറ്റിനുള്ളിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അത്തരം സ്ഥാപനങ്ങളിലേക്കുള്ള എല്ലാവിധ അഡ്മിഷനും കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഇത്തവണയും കീമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. അതിനുശേഷം ഇനി ഉടനെ തന്നെ AICTയുടെ നോട്ടിഫിക്കേഷൻ വരും. അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ കാര്യങ്ങൾ ഡിലേ ആക്കാതെ തന്നെ കൃത്യസമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പരീക്ഷ എഴുതുന്നു, അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, ഒരു റാങ്ക് ലിസ്റ്റ്, ഒരു മോക്ക് റാങ്ക് ലിസ്റ്റ് പോലെ വരുന്നു, അത് കഴിഞ്ഞ് ആക്ച്വൽ റാങ്ക് ലിസ്റ്റ് വരുന്നു. ഇതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് +2 റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയം ഉണ്ടാകും. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ആ വെബ്സൈറ്റിൽ പോർട്ടലിൽ പോയി മാർക്ക് അപ്ലോഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം തിരുത്തൽ പ്രക്രിയകൾ നടത്താനുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും. അതും കഴിഞ്ഞിട്ടാണ് അലോട്ട്മെന്റ് സംബന്ധിച്ചുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ അടക്കമുള്ള പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. അതായത് +2 റിസൾട്ട് വന്നാലും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നാലും വീണ്ടും ഏകദേശം 1 മാസത്തോളം എടുത്ത് നടക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഓപ്ഷൻ രജിസ്ട്രേഷനും അതിനുശേഷമുള്ള അലോട്ട്മെന്റുകളും സെക്കൻഡറി അലോട്ട്മെന്റും ബാക്കി ട്രാൻസ്ഫറും ഒക്കെ സപ്ലിമെന്ററി വരെ നീളുന്ന ഒരു വലിയ പ്രോസസ്സാണ്. അതിനുശേഷം സ്പോട്ട് അഡ്മിഷനും നിങ്ങളുടെ മുന്നിലേക്കുണ്ട്. അപ്പോൾ 2026 കീം എഴുതുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ ഇനി അങ്ങോട്ട് എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിന്റെ ഒരു ചുരുക്കമാണ് നിങ്ങളുടെ മുന്നിലേക്ക് തന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സും ഇത്തരത്തിലുള്ള ഗൈഡൻസുമായിട്ട് ഞങ്ങൾ ഉണ്ടാകും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വീഡിയോ ഇപ്പോൾ കാണുന്ന കീം ആസ്പിറന്റ് ആണ് എങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ റിവിഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ജോബ്. കാരണം നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ് ഫോർ OBC സ്റ്റുഡൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇനി ചിലർക്കാണെങ്കിൽ സ്പോർട്സ് കോട്ടയൊക്കെ സ്വപ്നം കാണുന്നവരുണ്ടായിരിക്കാം, അതെല്ലാം പിന്നാലെ വരും. പക്ഷെ ഇപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഇൻകം ഷീറ്റ്സ് ഉൾപ്പെടെ നിങ്ങളുടെ വില്ലേജ് ഓഫീസറിന്റെ കയ്യിൽ നിന്ന് കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കിക്കൊണ്ട് ആ ഒരു ടൈം വാലിഡിറ്റിക്കുള്ളിൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കീപ്പ് ചെയ്ത് വയ്ക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അവസാന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു റഷ് എന്ത് ചെയ്യും, ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി +2 പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കീം ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് എങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതിന്റെ മാർക്കാണ് കീമിന് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു എക്സ്ട്രാ ഇമ്പോർട്ടൻസ് ഈ 3 വിഷയങ്ങൾക്ക് കൊടുക്കണം എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഫിസിക്സിനൊക്കെ നമുക്ക് മാത്സ് ഒക്കെ പലർക്കും +2 ലെവലിലേക്ക് വരുമ്പോൾ ടഫായിട്ട് തോന്നാറുണ്ട്. കീമിൽ നിങ്ങൾ ഇനി എത്രയൊക്കെ നല്ല മാർക്ക് മേടിച്ചാലും PCMൽ കുറവ് മാർക്ക് മേടിച്ചത് കൊണ്ട് കീം റാങ്ക് ലിസ്റ്റിൽ വളരെ പിന്നിലോട്ട് പോയ ഒരുപാട് വിദ്യാർത്ഥികളെ എനിക്കറിയാം. അതുപോലെ തന്നെ കീം ചിലപ്പോൾ മാർക്ക് കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് PCMൽ ഈ പറയുന്ന +2 മാർക്ക് നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഉപകരിക്കും എന്നുള്ളത് വളരെ വലിയൊരു പോയിന്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുക. കീമിന്റെ A to Z അപ്ഡേറ്റ്സ് ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. സോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.